നമസ്കാരം. ഏവർക്കും തിരുവോണദിനാശംസകൾ. ജ്യോതിഷത്തിൽ ഒരു ദിവസത്തിൻ്റെ ഗുണദോഷങ്ങൾ നിശ്ചയിക്കുന്നത് പഞ്ചാംഗമാണ്. അതായത് തിഥി, വാരം, നക്ഷത്രം, യോഗം, കരണം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. നാളെ 2026 ഓഗസ്റ്റ് 27 വ്യാഴാഴ്ചയാണ്. ദേവഗുരുവായ വ്യാഴത്തിൻ്റെ, അതായത് ബൃഹസ്പതിയുടെ ആധിപത്യമുള്ള ദിവസമാണ് നാളെ വ്യാഴാഴ്ച. ഇനി നാളെ സൂര്യോദയ സമയത്ത് ആകാശത്ത് നിൽക്കുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം നാളെ അർദ്ധരാത്രി ഒരു 2:14 വരെ തുടരും. അതിനുശേഷമായിരിക്കും ചതയം നക്ഷത്രത്തിൻ്റെ ആരംഭം ആകുന്നത്. കൂടാതെ നാളെ പ്രഭാതത്തിൽ ശുക്ലപക്ഷ ചതുർദശി തിഥിയാണ്. രാവിലെ 9:09 വരെ ചതുർദശി. അതിനുശേഷം അതിവിശേഷമായ ശ്രാവണ പൗർണമി തിഥിയുടെ ആരംഭവും കുറിക്കുന്നുണ്ട്. നാളത്തെ യോഗങ്ങൾ ശോഭന യോഗമാണ്. ശുഭകാര്യങ്ങൾക്ക് വളരെ യോജിച്ച യോഗമാണ് ശോഭന യോഗം. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ 3 വരെയുള്ള സമയം രാഹുകാലമാണ്. അതിനാൽ വർജ്യ സമയമാണ്. ഉത്തമമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്കും അനുയോജ്യമായ സമയമല്ല. ഗുളികകാലം വരുന്നത് രാവിലെ 9 മുതൽ 10:30 വരെയായിരിക്കും. പിന്നെ യമകണ്ഠകാലമാണ്. രാവിലെ 6 മുതൽ 7:30 വരെ ആയിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ട ശുഭാരംഭങ്ങളോ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നിങ്ങളുടെ സമ്പത്തിനെ ഭാവിയിലും നിങ്ങളിലേക്ക് മേന്മകരമായി എത്തിക്കുന്നതായ സാമ്പത്തിക കരാറുകളിലോ ഒന്നും ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ഈ സമയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എവിടെയെങ്കിലും എഴുതി കുറിച്ചിട്ടിട്ട് ഓരോ ദിവസങ്ങളിലും പ്രധാന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ സമയങ്ങളിൽ തീർച്ചയായും വർജിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് ഫലം മേലിലും അതായത് ഭാവിയിലും നമ്മളിലേക്ക് വന്നു ചേരണം എന്നൊരു ഇംഗിതത്തോടു കൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലും, പഠനമാകട്ടെ അല്ലെങ്കിൽ ഒരു വിവാഹ കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ ബിസിനസ് ആകട്ടെ, എന്തും ശുഭകാര്യങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് അത് നല്ലതോ ചീത്തയാവട്ടെ എന്നല്ല, ഭാവിയിലും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ സമയങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ സമയങ്ങൾ വർജിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചോദ്യത്തിലേക്ക് വരാം. നാളത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവും ധനലാഭവും കൈവരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജ്യോതിഷ തത്വപ്രകാരം നാളെ ചന്ദ്രൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ കൂടാതെ നാളത്തെ ദിവസം ഏതാണ്? നാളെ വ്യാഴാഴ്ചയാണ്. അവിട്ടം നക്ഷത്രമാണ്. അപ്പോൾ വ്യാഴാഴ്ചയും ഈ അവിട്ടം നക്ഷത്രവും കൂടി ഒത്തുചേരുന്നതിനാൽ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് പരമോന്നതമായ ഭാഗ്യം, പരകോടിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യകരമായ ഒരു ദിവസവും ഭാഗ്യവുമായിരിക്കും. അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ മകയിരം, ചിത്തിര, അവിട്ടം വരുന്ന ചൊവ്വയുടെ നക്ഷത്രങ്ങളാണ്. നാളത്തെ ദിവസം മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെല്ലാം മാറുന്ന ദിവസമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വന്നു ചേരുന്ന ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നാളത്തെ ദിവസം അത്യന്തം ശുഭകരമായിരിക്കും. കാരണം ഏർപ്പെടുന്ന ഏത് മേഖലയിൽ ഏത് പ്രവൃത്തിയിലും സർവകാര്യ വിജയമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. ഇനി പുണർദം, വിശാഖം, പൂരുരുട്ടാതി വരുന്ന വ്യാഴത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് നാളെ വ്യാഴാഴ്ചയായതിനാൽ കർമ്മവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വലിയ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട്. പ്രൊമോഷൻ്റെ സാധ്യതകളും നാളെ ചില ശുഭവാർത്തകളായി, ചില മെസ്സേജുകളായിട്ട്, ചില ഫോൺ കോളുകളായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. രോഹിണി, അത്തം, തിരുവോണം നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ഞെരുക്കം നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ ഈ പൊന്നോണക്കാലത്തിൽ ഏറ്റവും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായ ഒരു പരിഹാരം നാളത്തെ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരും. ഇവിടെ ഇപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ മഹാഭാഗ്യ നക്ഷത്രമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവിട്ടം നക്ഷത്രത്തെയാണ്. കാരണം അവിട്ടം നക്ഷത്രത്തിൻ്റെ പ്രതീകമായിട്ടാണ്, അതായത് ധനിഷ്ഠ എന്നാൽ ഏറ്റവും ധനികൻ എന്നർത്ഥം വരുന്ന നക്ഷത്രമാണ്. അപ്പോൾ നാളെ അവിട്ടം നക്ഷത്രക്കാർക്കായിരിക്കും ഏറ്റവും ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നത്. നാളെ എന്ത് ചെയ്താലും മനസ്സന്തോഷമുണ്ടാകും, മനസ്സംതൃപ്തി ഉണ്ടാകും. ഏതെങ്കിലും പുതിയ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നെങ്കിൽ പോലും അത് വളരെയേറെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന എന്നതിലുപരി സാമ്പത്തികമായും ഒരുപാട് ശോഭയും മേന്മയും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അപ്പോൾ ഒരു ദിവസത്തിൽ എത്ര ദോഷങ്ങളുണ്ടായാലും അതിനെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള ഒരു മുഹൂർത്തം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ
അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ 27-ാം തീയതിയാണ് ഒരു 11:55 മുതൽ 12:45 വരെയായിരിക്കും ഈ അഭിജിത്ത് മുഹൂർത്തം സമയം വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഫലപ്രദമായ സമയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മധ്യഭാഗ സമയമാണ്. അതായത് ഒരു 12:05 തൊട്ട് 12:05 മുതൽ 12:35 വരെയുള്ള സമയം ഏറ്റവും സുവർണ്ണ സമയമാണ്. എന്ത് കാര്യത്തിനും കുറിക്ക് കൊള്ളുന്നത് പോലെ എന്ന് പറയാറില്ലേ, അതേപോലെ എന്തിനേർപ്പെട്ടാലും അത് വളരെയധികം ശ്രേയസ്സായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ അല്ലെങ്കിൽ പണം നിക്ഷേപിക്കുന്നതിനോ ഒക്കെ ഉത്തമമാണ്. ഇരട്ടിയായിട്ട് ആ ചെയ്യുന്ന പ്രവൃത്തി ഭാവിയിൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. ഇനി ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ പാർട്ട്നേഴ്സുമായിട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കരാറുകളിലൊക്കെ ഒപ്പിടേണ്ടതുണ്ടെങ്കിലും ഈ സമയങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കാം. ഇനി ഏതെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈ ഒരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. കാരണം ഈ ഒരു സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇരട്ടി ഫലം വന്നു ചേരും എന്നതാണ് ആചാര്യവചനം. അതുകൊണ്ട് ഈ ഒരു സമയം, അതായത് സമയം ഏതാണെന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. 12:05 മുതൽ 12:35 വരെയുള്ള ആ ഒരു സമയം നാളെ ശുഭകരമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അതിശ്രേഷ്ഠം ഉത്തമം ആചാര്യവചനങ്ങളാണ്, വിശ്വസിക്കുക. അപ്പോൾ സമയം നാളെ വളരെയധികം ശ്രേഷ്ഠമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഭാവിയിലും ഇരട്ടി നേട്ടം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. ഇവിടെ ഞാൻ ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പൊതുവായി 12 രാശികളിലും ജനിച്ച വ്യക്തികൾക്ക് നാളെ എങ്ങനെയാണ് എന്നൊന്നും കൂടി നോക്കുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശിക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളൊക്കെ അനുകൂലമാകുന്ന ദിവസമാണ്. ചില വരുമാന സ്രോതസ്സുകളൊക്കെ ഉണ്ടാകാനും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല വാർത്തകളൊക്കെ തേടി വരുന്ന ഒരു ദിവസമാണ്. പൊന്നോണക്കാലം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ കാര്യങ്ങൾ, ശുഭകരമായ വാർത്ത, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ കൈപ്പിടിയിൽ വരുന്ന സമയമാണ്. ഇടവം രാശിക്കാണെങ്കിലും കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുമെങ്കിൽ പോലും അത് കൃത്യമായി ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഒരു മുഷിവൊന്നും ഉണ്ടാവുകയില്ല. സാമ്പത്തികമായിട്ട് അല്പം ചിലവ് നിയന്ത്രണം, ഓണക്കാലമാണ്, നിയന്ത്രിക്കാൻ എത്രത്തോളം ശ്രമിച്ചാലും സാധ്യമാകുകയില്ല. കാരണം സാധനങ്ങളുടെ വില അത്രത്തോളം കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും അല്പം ചിലവൊന്ന് കുറയ്ക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലത്തെ ആയിരിക്കും തരുന്നത്. ഒരുപാട് സ്ട്രെയിനും സ്ട്രെസ്സും ഒന്നും എടുക്കേണ്ടതായിട്ട് വരികയില്ല. മകയിരം, തിരുവാതിര, പുണർതം, മിഥുനൻ രാശിക്കാർക്ക് ഭാഗ്യ ദിവസമാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ആളുകളുമായി, അതായത് ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ഒരു ഗെറ്റ് ടുഗദറിനോ അല്ലെങ്കിൽ ഒന്ന് ചേരാനും അല്പം ഭക്ഷണം കഴിക്കാനും സന്തോഷ വർത്തമാനത്തിനൊക്കെ സാധിക്കും. യാത്രകൾ നാളെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴിയും മനസ്സന്തോഷം, സമാധാനം, നേട്ടങ്ങൾ ഉണ്ടാകും. പുണർതം, പൂയം, ആയില്യം കർക്കിടക രാശിക്ക് ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധ പുലർത്തുന്നത് അത്യാവശ്യമാണ്. അനാവശ്യ ചിന്തകൾ ഒരുപാട് മനസ്സിൽ വന്നു ചേരാറുണ്ട്. അതിനെ ഒന്ന് കടിഞ്ഞാണിടുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ചിന്തകൾ കാട് കയറുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക. ദർശനം നടത്തിയാൽ മാത്രം പോരാ, പേര് നക്ഷത്രവും പറഞ്ഞ് ശിവക്ഷേത്രത്തിൽ ജലധാര തിങ്കളാഴ്ച ദിവസം നടത്തുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം. അങ്ങനെ പേര് നക്ഷത്രവും പറഞ്ഞ് ജലധാര നടത്തുമ്പോൾ ഒരു പതിയെ ഒരു 2 തിങ്കളാഴ്ച അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിൻ്റെ ഈ കൺട്രോൾ കവിഞ്ഞു പോകുന്ന, അതായത് ഒരുപാട് ചിന്തകളിലേക്ക് മനസ്സങ്ങ് പോവുക, പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയെന്ന് ചിലർ പറയാറുണ്ട്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഒരു കടിഞ്ഞാണിടണമെങ്കിൽ ഭഗവാൻ മഹാദേവനെ കൊണ്ടേ സാധിക്കും. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര നടത്തുക. മകം, പൂരം, ഉത്രം ചിങ്ങൻ രാശിക്കാർക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുന്നതാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പം വീണ്ടും ഒരു സംഗമത്തിന് വേദി ഒരുങ്ങുന്ന ദിവസമാണ്. വിദേശത്ത് നിന്ന് ചില സന്ദേശങ്ങളൊക്കെ ലഭിക്കാനും നാളെ ഭാഗ്യം കാണുന്നുണ്ട്. ഉത്രം, അത്തം, ചിത്തിര കന്നിരാശിക്ക് ശത്രുദോഷങ്ങളൊക്കെ അകലുന്ന ഒരു സൂചനകൾ ലഭിക്കും. മനസ്സമാധാനമായിട്ടായിരിക്കും ആ സൂചന വന്നു ചേരുന്നത്. കോടതിയുമായി ബന്ധപ്പെട്ട കേസ്, വഴക്ക്, പ്രശ്നങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകും. കടബാധ്യതകൾ തീർക്കാനുള്ളൊരു വഴി വന്നു ചേരും. അപ്പോൾ ലോട്ടറി ഭാഗ്യമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കുക. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. കുട്ടികളുടെ പഠന കാര്യങ്ങളിലും മാതാപിതാക്കളെന്ന നിലയിൽ അല്പം കൂടി ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ നല്ലൊരു ദിവസമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശി ഭൂമി,
വീട് സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. അതേപോലെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ അതിനെ ഓർത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറി ആരോഗ്യം മെച്ചപ്പെടും. അല്പം ചെലവുകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമായിരിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില പിന്തുണയൊക്കെ ലഭിക്കും. ചെറിയ യാത്രകൾ കൊണ്ടും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശികൾ വാക്കുകളിൽ അല്പമൊന്ന് മിതത്വം പാലിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യുന്നതാണ്. അപ്രതീക്ഷിത ധനവരവൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷമൊക്കെ പങ്കിടുന്ന ഒരു ഭാഗ്യ ദിവസം തന്നെയാണ്. എങ്കിലും വാക്കുകളിൽ ഒരു കൺട്രോൾ നാളത്തെ ദിവസം കൊടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അവിട്ടം, ചതയം, പൂരുരുട്ടാതി കുംഭം രാശിക്കാർക്ക് ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതിനാൽ മനസ്സിന് ചെറിയ അസ്വസ്ഥതകൾ ഒക്കെ ഒന്ന് തോന്നുമെങ്കിൽ പോലും സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. പക്ഷേ മനസ്സിന് എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു കംപ്ലീറ്റ് ആകാത്തൊരവസ്ഥ തോന്നും. കാരണം ഇവിടെ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ സ്വന്തം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള പ്രശ്നമാണ്. അത് വലിയ പ്രയാസങ്ങൾക്കൊന്നും വഴി തെളിയിക്കുകയില്ല. സാമ്പത്തികമായിട്ട് മാറ്റം ഉണ്ടാകുമെങ്കിലും ചിന്തിച്ചു കൂട്ടുന്ന ചില പ്രവണതകൾ നാളത്തെ ദിവസം ഉണ്ടാകും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മീനം രാശിക്ക് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. തൊഴിൽപരമായി നോക്കുമ്പോഴും നാളെ ചില മാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കേൾക്കാൻ, മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം അല്പം ചില നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ്. അപ്പോൾ ദോഷങ്ങൾ പൂർണ്ണമായി മാറിയിട്ട് ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരണം എന്നതാണ് ഏവരുടെയും ആഗ്രഹം. അപ്പോൾ ദോഷത്തെ പാടെ ഇല്ലാതെയാക്കി നമ്മളിലേക്ക് ഭാഗ്യം വരാനായിട്ട് ലളിതമായി എന്ത് ചെയ്യാം എന്നത് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്. അതിന് നമുക്ക് നാളെ വ്യാഴാഴ്ച ദിവസമാണല്ലോ, ഭഗവാൻ വിഷ്ണുവിനെയോ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെയോ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. അത് പോകാൻ പ്രയാസമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ ജപിക്കുന്നത് കേൾക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. ഇനി ക്ഷേത്രത്തിലാകട്ടെ അല്ലെങ്കിൽ വീട്ടിലാകട്ടെ നെയ്വിളക്ക് കൊളുത്തിയിട്ട് ഒരു 108 തവണ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നതും നാളത്തെ ദിവസം ഏറ്റവും ശുഭകരമായിരിക്കും. ഇനിയും നാളെ വ്യാഴാഴ്ചയാണ്, ഭഗവാൻ വിഷ്ണുവിന് പ്രിയപ്പെട്ട ദിവസമാണ്. മഞ്ഞപ്പൂക്കളാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്. അപ്പോൾ മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതോ സാധുക്കളായ ആളുകൾക്ക് അന്നദാനം ചെയ്യുന്നതോ ഒക്കെ വ്യാഴപ്രീതി നമ്മളിലേക്ക് കൂടുതലായി വന്നു ചേരുന്നതിന്, നാളത്തെ ദിവസം ചെയ്യുന്നത് വഴി ഇരട്ടി ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരുന്നതിനും സഹായകമാകും. ഒരിക്കൽ കൂടി പറയുകയാണ്, ജ്യോതിഷ ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയുള്ള നാളത്തെ ഈ ദിവസത്തിൻ്റെ സമഗ്ര വിശകലനം നിങ്ങൾ ഏവരും കേട്ടുകയാണ്. അപ്പോൾ ഗ്രഹഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതായ ഗ്രഹഫലങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ ചെയ്യുന്നതായ സത്പ്രവൃത്തികളും അതേപോലെ നമ്മളിൽ നിറഞ്ഞിരിക്കുന്നതായ ആത്മവിശ്വാസവുമാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ നാളത്തെ ദിവസം ഏവർക്കും ആത്മവിശ്വാസത്തോടെ സത്പ്രവൃത്തികൾ ചെയ്ത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് എത്തിക്കാനായി അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യവും ഭാഗ്യവും നിറഞ്ഞ ഒരു ശുഭദിനം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. സർവത്ര സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം.